ഹാപ്പി ശിവരാത്രി. ഇപ്പോൾ ശിവരാത്രി ആയിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയായിരിക്കും അല്ലേ. നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും അമ്പലത്തിൽ പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയും എല്ലാവരും അമ്പലത്തിലേക്ക് പോകും. പക്ഷേ നമ്മളെ നാട്ടിലെ പോലെയല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. ഇപ്പം നമ്മൾ പോകുന്ന വഴികളാണ് കേട്ടോ ഇതൊക്കെ അമ്പലത്തിലേക്ക്. അപ്പോൾ രാവിലെ പക്ഷെ നമ്മളെ നാട്ടിലെ പോലെ അല്ല, കുറച്ച് മാറ്റങ്ങളുണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ ഉള്ളിൽ കയറത്തില്ലല്ലോ. നമ്മൾ പൂജാരി നമുക്ക്, അതായത് നമ്മളെ നമ്പൂതിരി പൂജ ചെയ്ത് പ്രസാദവും കാര്യങ്ങളൊക്കെ നമുക്ക് തരുവാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയല്ലേ സാധാരണ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തന്നെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോകണം. ഇപ്പം ശിവനാണെങ്കിൽ നമുക്ക് നോർമൽ എന്താ നമ്മുടെ നാട്ടിൽ എന്താ പറയുക ജലധാര ചെയ്ത്, അപ്പോൾ നമ്മൾ വെള്ളം ജലധാരക്ക് വേണ്ടിയിട്ടുള്ള ഇത് കൊണ്ടുപോകുക, നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിവിടെ നമ്മൾ മാറ്റമാണെന്ന് പറയാം. അങ്ങനെ അപ്പോൾ നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ, ശിവൻ്റെ അമ്പലത്തിൽ കയറി നമ്മൾ നമ്പൂതിരി നമ്മൾ പൂജ ചെയ്ത് തീർത്ഥം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശിവരാത്രി വ്രതം ആരംഭിക്കാം അല്ലേ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പക്ഷേ ഇവിടെ പോകുമ്പോഴത്തേക്ക് തീർത്ഥം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പൂജ ചെയ്യണം. പക്ഷെ നമ്മൾ ഇതുവരെ നമ്മളെ നാട്ടിലെ പോലെ ഞാൻ ഇതുവരെ നമ്മൾ അമ്പലത്തിൽ ഉള്ളിൽ നമ്മൾ കയറാറില്ല. നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് ശീലിച്ചത്, അമ്പലത്തിൽ കയറും തൊഴും വരും, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ അമ്പലം കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഇതുപോലെ പൂക്കളും കാര്യങ്ങളെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് പൂ മേടിക്കുവാണ്. നമുക്കറിയില്ല ഇതുപോലെ. പിന്നെ കൂവളത്തിൻ്റെ ഇല മാത്രം എനിക്ക് അറിയുന്നത് കാണുന്നുണ്ട്. ബാക്കി നമ്മളെ നാട്ടിലെ പൂക്കൾ പോലൊക്കെ തന്നെയാണ് കേട്ടോ. ഇതേതോ ഭയ്യ ഇതേതോ. തൊഴുതിറങ്ങിയപ്പോൾ പ്രസാദം കിട്ടിയിരുന്നു കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് ശിവരാത്രി വ്രതമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ അറിയാമല്ലോ, അമ്പലത്തിൽ നമ്മൾ തീർത്ഥം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല. പിന്നെ 6:30 നമ്മൾ ദീപാരാധന കഴിഞ്ഞ് വ്രതം മുറിക്കുമ്പോഴല്ലേ എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭദ്രക്കുട്ടനും ഏട്ടനും കൊടുക്കാമെന്ന് വെച്ചിട്ട് അതിങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടല്ലോ അമ്പലത്തിൽ, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് കേട്ടോ, തൈരും പാക്കറ്റ് തൈരുണ്ടല്ലോ, പാക്കറ്റ് തൈരും അതുപോലെ തന്നെ പാലൊക്കെയാണ് അഭിഷേകം ചെയ്യുന്നത്. എനിക്കറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ പാല് നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ നമ്പൂതിരിമാരെ ചെയ്യുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഹിന്ദിക്കാർ വരുമ്പം തന്നെ പാക്കറ്റ് പാലും പാക്കറ്റ് തൈരൊക്കെ കൊണ്ടുവരും. എന്നിട്ട് അത് കട്ട് ചെയ്ത് അങ്ങനെ എന്താ പറയുക നമ്മൾ ജലധാര ചെയ്യുന്ന പോലെ ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കറിയില്ല. നമ്മൾ ഓരോ നാട്ടിലും ഓരോരോ വിശ്വാസങ്ങളല്ലേ. പക്ഷെ ഞങ്ങൾക്കത് അറിയാത്തത് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ അമ്മയൊക്കെ അറിയുമ്പോൾ നമ്മൾ വീട്ടിൽ കൂവളം പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കൂവളവും തുളസിയൊക്കെ ആയിട്ട് തുളസിമാലയൊക്കെ നമ്മൾ അമ്പലത്തിൽ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ചേട്ടനും ചേച്ചിയും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു, നമ്മളെ കൂവളവും പൂക്കളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു പൂ മേടിച്ചു, ആ നടയിൽ അവിടെ വെച്ചു. അപ്പോൾ നമുക്കതിന് കൂടുതലൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി വലിയ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് നോർമലി നമ്മൾ തീർത്ഥം കുടിക്കുമ്പോഴാണ് നമ്മൾ വ്രതം ആരംഭിക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് പോയപ്പോൾ നമുക്ക് തീർത്ഥം കിട്ടിയില്ല, അറിയാലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പൂജാരി അതിൻ്റെ പൂജ ചെയ്യുന്നതോ അങ്ങനെ തീർത്ഥം ചെയ്യുന്നതോ ഒന്നും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒട്ടിപ്പുറത്ത് വേറൊരു അമ്പലമുണ്ട്, ഇനി ഞാൻ അങ്ങോട്ട് പോവാണ്. അവിടെ ഇപ്പോൾ രാവിലെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർത്ഥം കിട്ടും. അപ്പോൾ അവിടുന്ന് തീർത്ഥം കുടിച്ചിട്ട് വേണം എൻ്റെ വ്രതം ആരംഭിക്കാൻ. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വഴികളാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഇടുക്കിടുക്ക് വഴികളാണ്. അപ്പം വൈകുന്നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വൈകുന്നേരത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്, അമ്പലത്തിൽ പോയോ? അപ്പോൾ ശരിക്കും നമ്മളെ നാട്ടിലെ കാഴ്ചകളിൽ കാണുന്നത്. അപ്പം ഇത്തവണ ഒന്ന് മാറ്റിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേക്കണത്. അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചകൾ, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്നാകുമ്പോഴത്തേക്കും ഈ ശർക്കരയുണ്ടല്ലോ, ശർക്കരയും
ഇളനീരും പഴവും നീതിക്കാൻ കൊണ്ടുപോകും. എന്നിട്ട് ദീപാരാധന കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ നിന്ന് തന്നെ ഇളനീര് പൊട്ടിച്ച് കുടിക്കും. എന്നിട്ട് പാനക വെള്ളം കുടിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നതും പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയോ ചെയ്യുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പക്ഷേ ഇളനീര് കിട്ടും. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇളനീരോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് വൈകുന്നേരം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ വൈകുന്നേരത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾക്കായി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ.